ഞങ്ങളുടെ കുറച്ച് വൈകുന്നേര വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ നമ്മളിന്ന് രാത്രി കഴിക്കാനായിട്ട് സാമ്പാറും ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് എല്ലാ കഷ്ണങ്ങളും ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാലക്കാടൻ വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് പരിപ്പൊക്കെ ഇട്ടിട്ട് എല്ലാ കഷ്ണങ്ങളും ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു വിസിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പുളി നമ്മൾ കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം നമ്മളൊന്ന് അരച്ചെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി കഴിക്കാനായിട്ട് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് റാഗിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കലക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള കഷ്ണങ്ങളും തേങ്ങ അരച്ചതും പുളിയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് താളിച്ച് കൂടി ചേർത്താൽ നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടോ. ഇനി നമുക്ക് രാത്രിയിലെ ഫുഡ് ഈ ഒരു ദോശയും സാമ്പാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിൻ്റെ ഒപ്പം കുറച്ച് റാഗിപ്പൊടി കൂടി ചേർത്തിട്ട് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.